കർക്കിടകം 16 കണ്ണൂർ മാടായിക്കാവിൽ കെട്ടിയാടുന്ന ചരിത്രപ്രസിദ്ധമായ മാരിത്തെയ്യങ്ങൾക്കായുള്ള തിടുക്കത്തിലാണ് മാട്ടൂലിലെ തെയ്യം കലാകാരനായ തെക്കൻ അരീഷും മകൻ അഭിരാമും. ഇത്തവണ തെയ്യങ്ങൾക്കാവശ്യമായ അണിയലങ്ങളും ആടയാഭരണങ്ങളും പൂർണ്ണമായും നിർമ്മിച്ചത് 17-ാം വയസ്സിൽ തെയ്യപ്രപഞ്ചത്തിലേക്ക് ചുവടുവെച്ച അഭിരാമാണ്. ഗുളികൻ, കുണ്ടൂർ ചാമുണ്ടി തുടങ്ങിയ നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടി ശ്രദ്ധേയനായ അഭിരാം ഒരു മാസത്തോളമായി രാപ്പകലില്ലാതെ അധ്വാനിച്ചാണ് മുരുക്കിൻ തഴിയിൽ ഈ ഭീകര മുഖപ്പാളികളും മറ്റ് ആഭരണങ്ങളും തീർത്തത്. പ്രശസ്ത തെയ്യം കലാകാരൻ കൊയിലേരിയൻ കുമാരന്റെ ശിഷ്യനായ പിതാവ് അരീഷിന്റെ പാത പിന്തുടരുന്ന അഭിരാമിന് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടുമ്പോൾ അത് കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനപ്രവാഹം ഉണ്ടാകും. കർക്കിടക മാസത്തിലെ കരിമേഘങ്ങൾക്കിടയിലൂടെ മാടായിക്കാവിൽ വീണ്ടും ഒരു തെയ്യാട്ടക്കാലം വന്നെത്തുകയാണ്. കർക്കിടകം 16, അതായത് ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച മാടായിക്കാവിന്റെ പുണ്യഭൂമിയിൽ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടും. മാരിഗുളികൻ, മാമാരിഗുളികൻ, മാരിക്കളിച്ചി, മാമാരിക്കളിച്ചി, വാരിക്കലുവൻ, മാമാരിക്കലുവൻ തുടങ്ങി 6ഓളം തെയ്യക്കോലങ്ങളാണ് ഇക്കുറി കാവിൽ മുഖത്തെഴുതിയാടുന്നത്. ഈ പുണ്യനിമിഷത്തിന് മുന്നോടിയായി മാട്ടൂലിലെ തെയ്യം കലാകാരനായ തെക്കൻ അരീഷിന്റെ വീട്ടിൽ അണിയലങ്ങളൊരുക്കുന്ന തിരക്കിലാണ് അച്ഛനും മകനും. എന്നാൽ ഇത്തവണത്തെ പ്രത്യേകത തെയ്യങ്ങളുടെ അണിയലങ്ങളും ആടയാഭരണങ്ങളും അത്രയും നിർമ്മിച്ചത് മകൻ അഭിരാമാണ് എന്നതാണ്. കുട്ട കൊണ്ടുവന്നിട്ട് അത് പൊളന്നിട്ടാണ് ആക്കിയത്. അപ്പോൾ അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ടായിന്. പുളിയും മുട്ടയിൽ വെച്ചിട്ട് പിന്നെ കത്തി അതിലും വെച്ചിട്ട് ആക്കുന്നത്. പിന്നെ കഴിഞ്ഞ മാസം തുടങ്ങുന്നത് പണി തുടങ്ങുന്നത്. ഒരു മാസമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നെ മുഖത്തിൻ്റെ ആകൃതിയും ഇതെല്ലാം അതിൽ മറ്റ് നോക്കിയിട്ട് കൈകാര്യം ചെയ്യില്ലേ? അത് പിന്നെ ഏകദേശം ഒരു അളവും കാര്യം വെച്ച് നോക്കിയിട്ട് കുത്തിയെടുക്കുക. അപ്പം മഴ കൊള്ളുന്നത് കൊണ്ട് വെള്ളം കൊള്ളുന്നതുകൊണ്ട് അതിൻ്റെ പെയിൻറ് എങ്ങനെ? പെയിൻറ് ഇപ്പം ഇനാമിലാണ് അടിക്കല്. പൊതുവെ ഇനാമിൽ പെയിൻറ് തന്നെ അടിക്കല്. അപ്പം മഴയത്ത് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ മുഖംമൂടി കൂടാതെ ഏതെല്ലാം സാധനങ്ങളാണ്? മുഖംമൂടി കൂടാണ്ട് ഇപ്പോൾ കലിയൻ്റെ നില, പിന്നെ തൊപ്പിയുണ്ട്, വളയുണ്ട്. അത് റെഡിമെയ്ഡ് അല്ല? അല്ല. ഒരു മാസക്കാലമായി പകലും രാത്രിയും ഇല്ലാതെ എടുത്ത കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ കോലങ്ങൾ. തലശ്ശേരിയിൽ നിന്നും കൊണ്ടുവന്ന മുരുക്കിന്റെ മരം കീറി ചെത്തി മിനുക്കുകയാണ് ഗുളികന്റെയും പൊട്ടന്റെയും ഭീകരമായ മുഖപ്പാളികൾ ഈ 17-കാരൻ തീർത്തത്. മുഖപ്പാളിക്ക് പുറമെ വളകൾ, കഴുത്തിക്കെട്ട്, കൈത്തണ്ട, മണിക്കാൽ, കാത്, ചെന്നിമലർ, നിലതാണ്ടി തുടങ്ങിയ ആഭരണങ്ങളും തെങ്ങിന്റെ തിരയോലകളുമെല്ലാം ഈ ചെറുപ്പക്കാരന്റെ കൈകളിൽ വിരിഞ്ഞു കഴിഞ്ഞു. 2-ാം വയസ്സ് മുതൽ അച്ഛൻ തെക്കൻ അരീഷിന്റെ കൂടെ തെയ്യം നടക്കുന്ന ഇടങ്ങളിലെല്ലാം കൂടെ കൂടിയതാണ് അഭിരാം. അങ്ങനെയാണ് മനസ്സിൽ തെയ്യത്തോടുള്ള ഹരം കൂടിയത്. +2-ന് ശേഷം BSNL ജോലി ലഭിച്ചെങ്കിലും തെയ്യത്തോടും കലയോടുമുള്ള ഇഷ്ടം കാരണം നിർമ്മാണ തൊഴിലാളിയായി മാറുകയായിരുന്നു ഈ യുവാവ്. പ്രശസ്ത തെയ്യം കലാകാരനും ചിമ്മാനക്കളി ആചാര്യനുമായ കൊയിലേരിയൻ കുമാരന്റെ ശിഷ്യനായ അരീഷിന് മകന്റെ ഈ വളർച്ചയിൽ അഭിമാനം ഏറെയാണ്. ഇപ്പോൾ ഞങ്ങളെ മുഖത്ത് മുഖങ്ങൾ ഉണ്ടാക്കി, നമ്മളെ കല്യാൺ തെയ്യത്തിൻ്റെ ഇരുമുടി ഉണ്ടാക്കി, കല്യാൺ തെയ്യത്തിൻ്റെ ചൂടകം, ഇതെല്ലാം എല്ലാ പണിത്തരങ്ങളുമായി. ഇനിയിപ്പോൾ നമ്മളെ മാരിത്തെയ്യത്തിൻ്റെ ഓലപ്പണി തുടങ്ങണം. ഓല കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഓലൻ്റെ പണി പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, മാടിപ്പോവല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓലപ്പണി തുടങ്ങണം. 16 നാളിൻ്റെ അന്ന് തുടങ്ങണം, രാവിലെ പുലർച്ചയ്ക്ക്. മാടായിക്കാവിൽ എത്ര വർഷമായി നിങ്ങൾ ഈ കെട്ടുന്നത്? നമ്മളിപ്പോൾ 26 വർഷമായി സ്ഥിരമായിട്ട് കെട്ടുന്നത് തെയ്യം. അത് കല്യാൺ തെയ്യം ഞാനിപ്പോൾ എൻ്റെ ഗുരുക്കൾ മരിച്ചതിന് ശേഷം എൻ്റെ മോനെ ഏൽപ്പിച്ച് മോനാ ചെയ്യുന്നു. അമ്മ ദീപയും സഹോദരങ്ങളായ ആദിത്യയും അദ്വൈതും അടങ്ങുന്ന കുടുംബവും ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ ചുവടുവെക്കുമ്പോൾ ആ കാണാക്കാഴ്ചയിലേക്ക് നാടിന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനപ്രവാഹമാകും ഒഴുകിയെത്തുക.